ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഈസി കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിൽ നമ്മൾ ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ മുട്ടയോ കിഴങ്ങോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോവാം. അതേ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തു. അല്പം കടുക്, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പിന്നെ അതിലേക്ക് അല്പം സവാള, ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞതിന് എല്ലാം കൂടി ഇട്ട് അല്പം ഉപ്പും ചേർത്ത് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇഞ്ചി പച്ചന ചേർത്തതിന് വരെ വേണമെങ്കിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി കൂടി ചതച്ച് വേണമെങ്കിൽ ചേർക്കട്ടെ. ഞാനിങ്ങനെ ചേർത്തുന്നുള്ളൂ. ഇനി ഇതിൽ നമ്മൾ കിഴങ്ങോ അല്ലെങ്കിൽ മുട്ടയോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള കട്ട്ലറ്റാണ്. സവാള ആവശ്യത്തിന് വഴന്ന് വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യമായ മുളക് പൊടി, അല്പം മസാലപ്പൊടി, കുരുമുളക് പൊടി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്ന് വന്ന് വരുമ്പോഴേക്കും നമ്മളിതിലേക്ക് 1 കപ്പ് ഗോതമ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗോതമ്പൊടി ചേർക്കുന്ന വീഡിയോ മിസ്സായതാട്ടോ. എന്നിട്ട് നല്ലപോലെ അത് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഇതെന്തുകൊണ്ട് ചൂടാറാനായിട്ട് വയ്ക്കാം. നമുക്ക് കൈ ഒന്ന് പിടിച്ച് കുഴയ്ക്കാൻ പറ്റണം. ആ ഒരു ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിതിനെടുത്ത് കുഴച്ച് നമ്മുടെ ചപ്പാത്തി മാവ് പോലെ കുഴഞ്ഞു വരും കേട്ടോ. നല്ല ഓയിലൊക്കെ ഉള്ളതുണ്ട്. എന്നിട്ട് നമുക്കിതിനെ കട്ട്ലറ്റിൻ്റെ ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് അതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഷേപ്പ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ഞാൻ ഇവിടെ എല്ലാ റൗണ്ട് ഷേപ്പിന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട്ലറ്റൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ച് മറിച്ചോട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് എളുപ്പത്തിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന കട്ട്ലറ്റാണ്. നമുക്കിതിൽ മുട്ട വെള്ളയിൽ മുക്കി പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കേണ്ട ഒന്നും ആവശ്യമില്ല. ഇത് എളുപ്പം ഫ്രൈ ആയിട്ട് വരും. ഗോതമ്പൊടി, അരിപ്പൊടിയൊക്കെ നമ്മുടെ വീട്ടിൽ എന്തായാലും ഉള്ള ഐറ്റംസുമാണ്. അപ്പോൾ നമുക്ക് എളുപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയായ ഒരു കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്